ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മളുടെ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ഒരുപാട് നാളൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇൻസ്റ്റയിലും ആണെങ്കിലും വാട്സപ്പിലാണെങ്കിലും പലരും മെസ്സേജ് അയക്കണ്ടായിരുന്നു, ഈ ഓണത്തിന് പോലും വീഡിയോസൊന്നും കണ്ടില്ലല്ലോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു കാരണം എന്തായിരുന്നു എന്നൊക്കെ ഒന്ന് പറയാമെന്ന് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഒരു വീഡിയോ ആയിട്ട് വന്നത്. എല്ലാവർക്കും റിപ്ലൈ കൊടുക്കൽ അങ്ങനെ ബുദ്ധിമുട്ടാണല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് ഒരു വീഡിയോ ആയിട്ട് ഇടുന്നത്. ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു ഹോസ്പിറ്റൽ കേസ് വന്നു. അപ്പോൾ അതുമാണ് നമുക്ക് പറ്റിയത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇക്കൊല്ലത്തെ ഓണം ഭയങ്കര അടിപൊളി ഓണം എന്നൊക്കെയാണ് ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ഓൾറെഡി നമ്മൾ തിരുവോണത്തിന് അത് ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അതിനിടയിൽ ഞാൻ ഒന്ന് പ്രഗ്നൻ്റ് ആവുകയും ചെയ്തു. അപ്പോൾ നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ. ഞാൻ അന്ന് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യുന്ന വീഡിയോസൊക്കെ എടുത്ത് വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഫസ്റ്റ് സ്കാനിങ് കഴിഞ്ഞിട്ടേ ഇത് ഞാൻ പോസ്റ്റ് ചെയ്യുള്ളൂ എന്നൊക്കെ വിചാരിച്ചിട്ടിരിക്കുകയായിരുന്നു. പക്ഷേ നമുക്ക് ഫസ്റ്റ് സ്കാനിങ്ങിൽ അന്ന് തന്നെ നമുക്കൊരു സർജറിയും കാര്യങ്ങളൊക്കെ വന്നു. കാരണം കുട്ടി ട്യൂബിലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ നമുക്കത് എന്താ പറയുക, ലാപ്രോസ്കോപ്പി സർജറി ചെയ്തിട്ട് അത് നമുക്ക് നീക്കം ചെയ്യണം. നമ്മൾ ഒട്ടും എന്താ പറയുക പ്രതീക്ഷിക്കാതെയാണ് ആ സംഭവം ഉണ്ടായത്. അപ്പോൾ എൻ്റെ മനസ്സിൽ നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്യണം, നമുക്ക് ഭയങ്കര സന്തോഷം. ധനുമോനും എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം ധനുമോന് 10 വയസ്സായി ഉണ്ടായിരുന്നു. അപ്പോൾ 10 വയസ്സിന് ശേഷം നമ്മളങ്ങനെ പ്രതീക്ഷിക്കാതെ നമുക്കൊരു ഉണ്ണിയൊക്കെ ഉണ്ടാവും എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണല്ലോ. അപ്പോൾ ഭയങ്കര സന്തോഷത്തിൽ എല്ലാവരും സന്തോഷത്തിലായിരുന്നു. അപ്പോൾ അതിനിടയിലാണ് കുട്ടി ട്യൂബിലാണെന്നൊക്കെ അറിഞ്ഞത്. അപ്പോൾ നമ്മൾ സ്കാനിങ് കഴിഞ്ഞിട്ട് നമ്മൾ എന്തായാലും പോസ്റ്റ് ചെയ്യണം. നമ്മൾ എന്താ പറയുക, പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യണതൊക്കെ ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടാണ്, അതൊക്കെ പോസ്റ്റ് ചെയ്യണം. അങ്ങനെ ഒരുപാട് പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതാണ്. പക്ഷെ എല്ലാം നമ്മൾ ആ ഫസ്റ്റ് സ്കാനിങ്ങിൽ തന്നെ കഴിഞ്ഞു. അത് ട്യൂബിലായിരുന്ന കാരണം പെട്ടെന്ന് എമർജൻസി തന്നെയായിട്ട് എന്താ പറയുക ലാപ്രോസ്കോപ്പി സർജറി ചെയ്യേണ്ട വന്നു. അങ്ങനെ ഒരു 3 ദിവസം ഹോസ്പിറ്റലായി. അപ്പോൾ സർജറിയുടെ വേദനയും പിന്നെ അതുപോലെ നമുക്ക് മാനസികമായിട്ടും ഭയങ്കര വിഷമവും കാര്യങ്ങളൊക്കെ ആയി. അപ്പോൾ എന്താ പറയുക, അതുകൊണ്ടൊക്കെയാണ് നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്യാതിരുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോകൾ ഓണം നമുക്ക് ഭയങ്കര എന്താ പറയുക, ഓണം ആഘോഷിക്കാൻ പറ്റിയൊരവസ്ഥയല്ലല്ലോ. നമ്മൾ എന്തായാലും നമുക്കൊരു കുട്ടി ഉണ്ടാവും എന്നൊക്കെ നമ്മൾ പ്രതീക്ഷിച്ച്, അതറിയാലോ, നമുക്ക് ആ ഒരു ടെസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടു തുടങ്ങും. അപ്പോൾ അതൊക്കെ പെട്ടെന്നൊരു നിമിഷം ഇല്ലാണ്ടാവുമ്പോൾ അത് എമർജൻസി ആയിട്ട് അന്ന് തന്നെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞപ്പോൾ നമുക്കങ്ങനെ ഭയങ്കര സാഡ് അടിച്ച് പോയി. അപ്പോൾ അതാണ് നമ്മൾ പിന്നെ അങ്ങനെ വീഡിയോസിലോ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് വീഡിയോസുകൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും നമുക്കിനി അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസുകളൊക്കെയാണ് നമ്മൾ ഒരുപാട് എടുത്ത് വെച്ചിരുന്നത്. പക്ഷെ അതൊന്നും പോസ്റ്റ് ചെയ്യാൻ പറ്റാതെയായി. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ കുറച്ച് ദിവസങ്ങൾ ഈ ഒരു മാസത്തിനുള്ളിൽ നടന്നു പോയ സംഭവങ്ങൾ. അപ്പോൾ അതൊക്കെ നിങ്ങളോടൊക്കെ എന്താ പറയുക ഭയങ്കര സന്തോഷത്തോടു കൂടി അറിയിക്കണം എന്ന് വെച്ചൊരു സംഭവമായിരുന്നു. പക്ഷേ നമുക്കത് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനായിപ്പോയി. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ്. അപ്പം വീണ്ടും നല്ല വീഡിയോസായിട്ട് വരണമെന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ വരും. അപ്പോൾ അതുവരെ നിങ്ങൾ ഇതുവരെ തന്ന സപ്പോർട്ട് പോലെ തന്നെ ഇനിയും സപ്പോർട്ട് ചെയ്യണം. ഞാൻ വരും എന്തായാലും തിരിച്ച്. അപ്പോൾ ഓക്കെ, വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോഴേക്കും ഈ മൂഡ് ഓഫ് കാര്യങ്ങളൊക്കെ ഒന്ന് മാറി ഒന്ന് ഉഷാറായിട്ട്, ഇപ്പോൾ ജോലിക്ക് പോലും എന്തായാലും ഒരു മാസത്തേക്കൊന്നും നടക്കില്ല. അപ്പോൾ അതിനിടയിൽ ഞാൻ കുഞ്ഞു കുഞ്ഞു വീഡിയോസുകളൊക്കെ ആയിട്ട് വരും. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം.